വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ അടുക്കളയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ചു മൈക്കൊക്കെ കൊണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ നമുക്ക് വേണ്ടിയിട്ട് സോയ മഞ്ചൂരിയൻ ആണോ എന്താണെന്ന് അറിയില്ല, ഞാൻ ഏതിലോ കണ്ടോ റെസിപ്പി, ഒരു സോസൊക്കെ സോർട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ മുന്നേ തുടങ്ങേണ്ടതായിരുന്നു, ബട്ട് എനിക്കിപ്പോഴാണ് ക്യാമറയൊക്കെ സെറ്റ് ആയത്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തുടങ്ങുകയാണ്. നമ്മൾ സോർട്ട് ആയിട്ടില്ല ഫുൾ വെജിറ്റബിൾസ്. ഓ മൈ ഗോഡ്, കത്തുന്നില്ല ഗ്യാസ്. ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്, ഇപ്പോൾ സെറ്റാക്കി തരാം. ഓക്കെ, ഗ്യാസ് കത്തി. ഇനി നമ്മൾ വെജിറ്റബിൾസ് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻ എടുത്ത് വെക്കുന്നുണ്ട്. ക്യാമറ കുറച്ചും കൂടി താഴ്ത്താം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലിട്ടിരിക്കുന്ന എന്തൊക്കെയാ വെച്ചാൽ ഒനിയൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം ഇട്ടിട്ടില്ല, ഇടാൻ പോണേ ഉള്ളൂ. ക്യാബേജും ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സോർട്ട് ചെയ്യാം. ഞാനൊരു പകുതി സോർട്ട് ചെയ്തു. ഞാൻ സോൾട്ട് ഇട്ടിട്ടാണ് കേട്ടോ സോർട്ട് ചെയ്തത്. എൻ്റെ തല ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് കാണാത്ത പോലെ തോന്നും, കാരണം ഞാൻ പാനും എൻ്റെ തലയും കൂടെ ഒപ്പം കാണാൻ പറ്റില്ല, തന്നെ സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഞാൻ എഗ്സ് ഇവിടെ പൊരിച്ച് സ്ക്രംബിൾ അല്ലേ അങ്ങനെ എന്തല്ലേ പറയുന്നത്, അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് നന്നായിട്ട് സോർട്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പെപ്പർ ഇടണം. അതിന് മുന്നേ ക്യാപ്സിക്കം ഞാനിവിടെ അമ്മ എനിക്കെല്ലാം അരിഞ്ഞു തന്നു. അപ്പോൾ ക്യാപ്സിക്കം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഞാൻ ഓൾറെഡി ബസ്മതി റൈസ് വന്നിട്ട് കുക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തട്ടിക്കൊടുക്കാം. എനിക്ക് ഇത് എൻ്റേതായ രീതിയിലുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഞാൻ ടെക്നിക്കലി മുന്നേ ഒരു വീഡിയോ ആണ് കണ്ട ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു ഫ്രൈഡ് റൈസ്. ചിലപ്പോൾ ഇത് ഫ്രൈഡ് റൈസ് അല്ല, വെജ് പുലാവ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, കാരണം ഞാൻ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോർട്ടായി തോന്നുന്നു. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കാം. ഇവിടെ സാധാരണ ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസ് ഒന്നും അത്ര കുക്കാവില്ലല്ലോ. അപ്പോൾ പക്ഷെ ഇവിടെ എല്ലാവർക്കും വെജിറ്റബിൾസ് ഒക്കെ കുക്കായതാണ് ഇഷ്ടം. അപ്പം ഞാൻ നന്നായി കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സോയ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ആദ്യം സോയ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ ഇട്ട് ഞാൻ ഫ്രൈ ചെയ്തു. അതിനുശേഷം അതിനെല്ലാം കൂടെ ഈ ഒരു പാനിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തത്. എന്നിട്ട് അതെല്ലാം കൂടി സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് ആ പാനിൽ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഒനിയൻസും അതേപോലെ ക്യാപ്സിക്കം ആണ് ഇട്ടത്. ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്തു. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടില്ലേ ഞാൻ സോയ വറക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് നമ്മൾ സോട്ട് ചെയ്യുമ്പോൾ ഉപ്പിട്ടില്ല. എന്നിട്ട് അതിക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ പാനിൽ തന്നെ മാറ്റി വെച്ച സോയില്ലേ അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചു. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ സോട്ടായി വരുന്നുണ്ട്. ഞാൻ ഉപ്പിട്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി ഞാൻ എങ്ങനെ മറന്നില്ലെങ്കിലോ കണ്ടിട്ട് കുറച്ചുകൂടി ഉപ്പിടുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം, പക്ഷെ ഞാൻ വളരെ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം ഞാൻ കുറച്ച് മുന്നേ ഇട്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതുണ്ട് എന്തിനീ ബാഗ് തൂക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വോയിസ് വേറെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ,
ശേഷം നമ്മൾ നന്നായി സോട്ട് ചെയ്യാം. മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമുക്കിതിലേക്ക് സോട്ട് ആയിട്ടില്ലേ എന്തോ എനിക്കറിയില്ല, ആയി തോന്നുന്നു. പക്ഷെ ഇത് ശരിക്കും ഫ്രൈഡ് റൈസിനുള്ള പാകം ആയി. പക്ഷെ ഇവിടെ എല്ലാവർക്കും കുറച്ചുകൂടെ സോട്ട് ആവണം. എന്നാൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി തരാ. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടായ കുരുമുളക് പൊടിച്ചതാണ്. ഞാൻ അളവൊന്നുമില്ല, വെറുതെ എനിക്ക് ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ രുചിച്ച് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇടും, അല്ലെങ്കിൽ പിന്നെ എന്നെ ഇരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു പാകം. എൻ്റെ തല കാണുന്നില്ലേ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തല കാണും, അതുകൊണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മുട്ട ഇടാം. മുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ വലിയ കൈ കൊണ്ട് സോട്ട് ചെയ്യുന്നു. മതി കേട്ടോ, വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ വേണ്ട, എണ്ണ കുറവാണ് നല്ലത്. ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മുട്ട ഞാനിത് പൊരിച്ചത് അത്ര ശരിയായില്ല. ഉള്ള ഞാൻ പൊളിച്ചാണ്. ഓക്കെ, ഇനി ഇതിക്ക് എന്താന്ന് ഇട്ട് കൊടുക്കേണ്ടത്? അരിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ പോയി അരി എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ അരി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് വേറെ ഒരു കയ്യിലെടുക്കാം. കഴുകിയിട്ട് വരാം. ഓക്കെ, അതിനുശേഷം നമ്മളിതിലേക്ക് ഈ ചോറിന് ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കല്. എനിക്കിടയ്ക്ക് ഇങ്ങനെ റെസിപ്പിയൊക്കെ മറന്നു പോകും. എന്നാൽ ഞാനിങ്ങനെ നമ്മുടെ ബസ്മതി റൈസ് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. എന്നാലും ഞാൻ എന്തോ മറന്ന പോലെ എൻ്റെ തോന്നലാവും. ബസ്മതി റൈസ് ലേശം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട് ബസ്മതി റൈസ്. ഞാൻ പൊതുവെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഫാൻ അല്ല, പക്ഷെ ഇവിടെ ആരും അത്ര ഫ്രൈഡ് റൈസിൻ്റെ ഫാൻ അല്ല. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കൊക്കെ വല്ല വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യണ്ടേ, അതുകൊണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. ചോറ് കൂടുതലായി. നമ്മളിനി എന്ത് ചെയ്യും? ഈ പാനിൽ കൊള്ളുന്നില്ല, കൊള്ളുന്നത്ര നമുക്കിടാം. ബാക്കി അമ്മയടുത്ത് നാളെ ഞാൻ ചെയ്യാതെ. ഇളക്കാൻ കിട്ടുന്നില്ല. എൻ്റെ ഓരോ അമ്മയാണ് ചോറ് വെച്ചത്. അമ്മ കുറച്ച് കൂടുതൽ ഇട്ടു തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് ദ ഫ്രെയിമായി പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് രണ്ടും കൂടെ എടുക്കാൻ പറ്റില്ല എന്ന്. അത്രേ ഉള്ളൂ. തെളിഞ്ഞും പോയി നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. സോയാ സോസ് എടുത്തിട്ട് വരാം. ഇതാണ് നമ്മുടെ സോയാ സോസ്. ഞാൻ ഇങ്ങനെ ഈ അടപ്പിൽ കുറച്ച് ഒഴിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത്. കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇനിയും ഇളക്കുക. ഇനിയാണ് നമ്മൾ നന്നായി ഇളക്കേണ്ടത്. കാരണം ഈ സോയാ സോസ് എല്ലാവിടേക്കും സ്പ്രെഡ് ആവണം.
ഇത് ബസ്മതി റൈസാ. ഓക്കെ, നമ്മൾ നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം. ഹിയർ ഈസ് ദ വിനീഗർ. ആൻഡ് ഇത് ഞാൻ ഇങ്ങനെയാണ് ഒഴിക്കാറുള്ളത്. കുറച്ച് കൂടിയോ? നമ്മൾ തിരിച്ച് അവിടെ തന്നെ വെച്ചു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുക. മുടുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോസിൽ കുറച്ച് ഉപ്പ് തേക്കാം, ചുമ്മാ പറഞ്ഞാണേ. വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഉപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യണമായിരുന്നു. ഉപ്പ് ഇപ്പം ആഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ എല്ലാവർക്കും കറക്റ്റായിട്ട് മിക്സ് ആവില്ല. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഉള്ളൂ, വളരെ ഈസിയാണ്. വളരെ ഈ വെജിറ്റബിൾസൊക്കെ ആരെങ്കിലും അരിഞ്ഞാൽ വളരെ ഈസിയാണ്. കുരുമുളക് പൊടി ഇത്തിരി കുറവാ തോന്നുന്നു, നമുക്ക് നോക്കിയിട്ടിടാം. ആൻഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെ വരൂ, ക്യാമറ ഫ്ലിപ്പ് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ ഫ്രൈഡ് റൈസ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ ബട്ടർഫ്ലേക്ക് വേണ്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഞം കഴിക്കണം. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഇവിടെ ഞാൻ കോമ്പിനേഷനായി ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് നമ്മുടെ സോയ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ചിക്കൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് കഴിക്കണം. കുറേ ചോറ് ഇനിയും ബാക്കിയുണ്ട്, അതുകൊണ്ട് നാളെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, നാളെ മൂടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയും കൂടെ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് ആയി. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ആൻഡ് ഇതാണ് ഇത് നമ്മൾ മറ്റേത് മിക്സ് ചെയ്ത സ്പൂൺ ആയതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ സോയ. കൊള്ളാമോ?